ഹലോ ഗൈസ്, പോലെ 𝕧𝕚𝕕𝕝𝕚 എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇതേമാതിരത്തെ ഒരു ഫേക്ക് വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒരു ഫേക്ക് നമ്പർ എടുക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോയുടെ മെത്തേഡ് ഇപ്പോൾ കറൻ്റ് വർക്കിംഗ് അല്ല, കാരണം അവരുടെ സെർവറൊക്കെ ഡൗൺ എന്തോ ആണ്, നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് കുറേ പേര് ചോദിച്ചായിരുന്നു പുതിയ മെത്തേഡ് എന്തെങ്കിലും കിട്ടിയോ എന്ന് പറഞ്ഞു. കുറേ പേര് വാട്സാപ്പിൽ DM വരുന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എക്സാം ആയത് കാരണമാണ് ഞാൻ മെയിൻലി വീഡിയോ ചെയ്യാഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഒരു ബിഗ് സോറി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. നല്ലൊരു ആപ്പ്, വർക്കിംഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഞാൻ ഓൺ ദി സ്പോട്ട് തന്നെ റെക്കോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്+ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെന്റിനൽ VPN എന്ന് പറഞ്ഞ വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻസിൽ ആദ്യം തന്നെ നമ്മുടെ നെക്സ്റ്റ്+ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആക്കാനുള്ളത്. നെക്സ്റ്റ്+ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആയി കഴിയുമ്പോൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. നമുക്ക് എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. പെർമിഷൻസ് ചോദിക്കും. പെർമിഷൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളാണ്. ഗൂഗിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ കൊടുത്തിട്ട് നമ്മുടെ 𝕬𝕔 ഗെയിമിങ്ങിൻ്റെ ഒരു ചാനൽ മെയിലാണ്. അത് വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്ത് കൊടുത്തത് ഓക്കെ. നമ്മുടെ ജസ്റ്റ് ആയിട്ട് ഒന്ന് ചെറുതായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. നോക്കാം. നമ്മുടെ ഒരു പെർമിഷനാണ് ചോദിച്ചേക്കുന്നത്. പെർമിഷൻ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. അലോ ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും സ്പിൻ വരും. ഓക്കെ, നമ്മുടെ ഒന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇമെയിൽ അഡ്രസ്സ് മതി. ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു മെയിൽ ID ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ മെയിൽ ID വെച്ച് തന്നെയാണ് ഇതിനകത്ത് ലോഗിനും ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൽ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തുനിന്ന് OTP നമുക്ക് എടുക്കാം. ആ ഒരു മെയിൽ നമ്മൾ ആ ഒരു ഏത് മെയിൽ വെച്ചാണോ രജിസ്റ്റർ ചെയ്ത് ആ ഒരു മെയിൽ വെച്ച് തന്നെ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ ടെക്സ്റ്റ്+ൻ്റെ മെയിലൂടെ വന്ന് കിടപ്പുണ്ട്. 2151 എന്ന് പറഞ്ഞിട്ടൊരു മെയിലൂടെ വന്ന് കിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ആഡ് വന്നാണ്, ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആഡ് വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിൽ റിമൂവ് നെക്സ്റ്റ്+ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. ആ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കളയണം. എന്നാലാണ് നമ്മുടെ ആ ഒരു കീബോർഡ് വരത്തുള്ളൂ. 2151 നമ്മൾ OTP കൊടുത്തിട്ടുണ്ട്. OTP കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല, നമ്മുടെ അമേരിക്കയിലെ സ്റ്റേറ്റാണ്. അമേരിക്കയിലുള്ള സ്റ്റേറ്റാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ട് കഴിഞ്ഞാൽ അതിൽ പിടിച്ച് ഞെക്കാമല്ലോ. പിന്നെ ഇതൊന്നൊന്നുമില്ല. ന്യൂയോർക്ക് ഉണ്ട്. ന്യൂയോർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ന്യൂയോർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏരിയ കോഡ് നോക്കാം. ഏരിയ കോഡ് എന്ന് പറയുമ്പോൾ 716 ചെയ്യാം. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ 716 ഒക്കെ വെച്ച് വേറെ ആപ്പിൽ നമ്മൾ 716 ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗെറ്റ് എ കസ്റ്റം നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നോക്കാം. സംതിങ് വെൻ റോങ്, എന്താ സംഭവം അറിയില്ല. നമ്മൾ സ്കിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് കൊടുത്തപ്പോൾ വെൽക്കം പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ നമ്പർ ഓക്കെ, നമ്മുടെ നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നൊരു ക്ലോസ് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ ഇവിടെ ക്രെഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതായത് അതിനകത്ത് വിളിക്കാനുള്ള ക്രെഡിറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ OTP ചെയ്യാനായിട്ടൊന്നും ക്രെഡിറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അതിനിടയിൽ ഒരു ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു ആഡ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആഡ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ഒരു നമ്പർ തപ്പിയിട്ട് നമ്മുടെ നമ്പർ ഒന്ന് കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ നമ്പർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ കോപ്പി ആയിട്ട് നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ആയിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ബാക്ക് അടിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നേരത്തെ പ്രൊഫൈലിൽ തന്നെയാണ് വരുന്നത്. നമുക്കപ്പോൾ ഇതിനകത്ത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ റെക്കമെൻഡും ചെയ്യില്ല ക്യാഷ് കൊടുത്ത് ഈ പരിപാടിക്കൊന്നും ചെയ്യാനായിട്ട്. തിരിച്ച് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. മെസ്സേജ് കോൾ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആരെ വേണേലും കോൾസ് മെസ്സേജസ് ഒക്കെ വരുന്ന സ്ഥലമാണ് ഇത്. നമുക്ക് വരുന്ന മെസ്സേജും കോളൊക്കെ അതിനകത്തായിരിക്കും വരുന്നത്. വേറെ എവിടെയും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ നമുക്ക് നമ്പർ അടിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ഞാൻ ഫ്രീസറിൽ ഇട്ടേക്കുമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ തിരിച്ച് അൺഫ്രീസ് ചെയ്ത് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് അക്കൗണ്ട് ഓപ്ഷൻ കൊടുക്കാം. നമ്മൾ നേരത്തെ നമ്പർ കോപ്പി ചെയ്ത് നമ്മുടെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട്. +1 കൊടുത്തു. നമ്മൾ കോപ്പി ചെയ്ത നമ്പർ വീണ്ടും പേസ്റ്റ് ചെയ്തു. നേരത്തെ ഉണ്ടായ ഒരു എക്സ്ട്രാ 1 ഉണ്ട്. ആ ഒരു 1 നമ്മൾ കളഞ്ഞു. 716 തൊട്ടാണ് നമ്മുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൺടാക്ട് നമുക്ക് സിങ്ക് ആവശ്യമില്ല. ഞാൻ സിങ്ക് കോൺടാക്ട്സ് മാറ്റിയിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തപ്പോൾ ഇതിലേക്കൊരു OTP വെച്ചുകൊണ്ടുള്ള ഒരു ആക്ടിവേഷൻ കോഡ് ഉണ്ട്. അത് അയച്ചേക്കാണെന്ന് പറഞ്ഞു. അയച്ചേക്കാണെന്നാണ് തോന്നുന്നത് അല്ലേ? സെൻഡ് ആക്കി അയച്ചേക്കാണ്. 2 മിനിറ്റ് 46 സെക്കൻഡിനുള്ളിൽ നമുക്ക് കോളായിട്ട് വരുമെന്ന് പറഞ്ഞു. നമുക്ക് മെസ്സേജ് എന്തായാലും ഈ ഒരു സംഭവത്തിനകത്തൊക്കെ മെസ്സേജ് വരൽ ചടങ്ങാണ്. അപ്പോൾ നമുക്ക് കോളായിട്ടായിരിക്കും വരാൻ ചാൻസ് കൂടുതലുള്ളത്.
അപ്പോൾ നമുക്ക് കോൾ വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് വേറെ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് ക്രെഡിറ്റ് മേടിച്ച് നോക്കാം. നമ്മുടെ ഇത് ആക്ടിവേറ്റ് ആവാത്തതാണോ പ്രശ്നം, കോൾ വരാത്ത അല്ലെങ്കിൽ മെസ്സേജ് വരാത്തത്. ആക്ടിവേറ്റ് ആവാത്തത് കൊണ്ട് അങ്ങനെ വരാതിരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സംഭവം ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ 2 ക്രെഡിറ്റ് ആണെന്ന് തോന്നുന്നു കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, 2 ക്രെഡിറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 സെൻറ്റ് ആണ് തോന്നുന്നത്. ഓക്കെ, അവിടുത്തെ അമേരിക്കൻ കറൻസിയാണ് സെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, നമ്മുടെ ക്രെഡിറ്റ് $0.02, അതായത് 1 സെൻറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനൊരു മെസ്സേജ് വന്നത് ഇപ്പം കാണാൻ കഴിയും, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ കോൾ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ മിസ് കോൾ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ മിസ് കോൾ വന്നേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് വോയിസ് ഓവർ ചെയ്ത ഇതായിട്ടോ, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ച് നോക്കി ഒന്ന്. അങ്ങോട്ട് തിരിച്ച് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ OTP വന്നില്ലല്ലോ, ആ ഒരു OTP കിട്ടിയില്ല. നമുക്ക് ആ ഒരു OTP കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ച് വിളിച്ച് നോക്കി. അപ്പോഴാണ് കാണുന്നത് ആ ഒരു വോയിസ് മെയിൽ വന്നിടക്കും. ആ ഒരു വോയിസ് മെയിൽ വന്നിടക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും അത് ലോഡാവണം. നേരെ പോയി നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ആക്കി, ഒന്നും ശരിയാവുന്നൊന്നുമില്ല. നേരെ അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഇത് VPNൻ്റെ കുഴപ്പമായിരിക്കും. അവിടെ അമേരിക്കൻ നമ്പർ അല്ല, അമേരിക്കൻ ആപ്പൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് പോയി നമുക്ക് ആ ഒരു VPN കയറ്റാമെന്ന് വിചാരിച്ചു. നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി നമ്മളെന്നിട്ട് VPN സെർച്ച് ചെയ്യുവാണ്. നമ്മുടെ സെൻറ്റിനൽ എന്ന് പറഞ്ഞൊരു VPNൻ്റെ പേരാണ്. ഈ ഒരു VPNൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു VPN വെച്ചിട്ട് നമ്മളിനിപ്പോൾ ആ ഒരു VPN ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്ത് ഇൻ്റർഫേസൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് അടിച്ച് പോവാം. ഡേറ്റ് അവസാനത്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ ലോഡിംഗ് ആയിരിക്കും വരുന്നത്. നേരെ ഈ ഒരു ഹോം സ്ക്രീനിലേക്ക് എത്തും. നമുക്ക് ആ ഒരു നോർത്ത് അമേരിക്ക കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇത് ചൈനയാണ് വന്നത്. ചൈന ഒന്ന് ഞാൻ ക്യാൻസൽ കൊടുത്തു. ഇവിടെ നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യുക. താഴെ ആ ഒരു ലൈറ്റിംഗ് ബോൾട്ടും എല്ലാം നിൽക്കേണ്ടത് നോർത്ത് അമേരിക്ക കൊടുക്കുക. അതിനകത്ത് കണക്ഷൻസിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉള്ളത് ഇത് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ VPN കണക്റ്റഡ് ആവുന്നതാണ്. നമ്മൾ ഓക്കെ കൊടുക്കാം. നമ്മൾ പെർമിഷൻ കൊടുത്താണെന്നല്ലോ. നമ്മളൊന്നും കൂടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ് വർക്ക് ആവുമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കായിട്ട് നമ്മുടെ ഇത് കണക്റ്റ് ആയിട്ടുണ്ട് VPN. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു ആപ്പിലേക്ക് വന്നിട്ടുണ്ട്. തിരിച്ച് ഒരു ആപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താവും നോക്കാം. ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു വോയിസ് മെയിൽ ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. Thank you for using our phone verification system. Your code is 89393. അപ്പോൾ നമുക്ക് ആ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. കോഡ് നമുക്ക് നേരെ കൊണ്ട് നമ്മുടെ ടെലഗ്രാമിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് അല്ല, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അവർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെലക്ട് ചെയ്ത് നമുക്ക് ഒരു അക്കൗണ്ട് സെറ്റ് ആക്കാം. നമുക്ക് ഈ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ചില ബഗ്ഗും ചില ഇഷ്യൂസും ചില എറേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു എറർ വരാൻ ചാൻസ് ഉള്ളതിൽ ഒരു മെയിൻ എററാണ് നമ്മൾ എടുക്കുന്ന നമ്പറിൽ വേറെ ആൾക്കാർക്ക് ഓൾറെഡി നമ്പർ വരുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വേറൊരു പ്രാവശ്യം ചെയ്തപ്പോൾ വന്ന ഒരു സംഭവമാണിത്. നമ്മളതിനകത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ടെലഗ്രാം ആപ്പ് ഓൺ യുവർ അതർ ഡിവൈസ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നമുക്ക് SMS അയച്ചേക്കണമെന്നല്ല, OTP അയച്ചേക്കണമെന്നല്ല, സെൻഡ് കോഡ് ടു ടെലഗ്രാം ആപ്പ് ഓൺ യുവർ അതർ ഡിവൈസ്. വേറെ ഫോണിലുള്ള ടെലഗ്രാം ആപ്പിലേക്കാണ് സംഭവം വന്നേക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് വേറൊരു ആൾ ഈ ഒരു അക്കൗണ്ട് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. സെൻഡ് SMS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നമ്പറിലേക്ക് SMS ആയിട്ട് വരും, കോളായിട്ട് വരും. പക്ഷേ ആ ഒരു യൂസ് ചെയ്യുന്ന ആൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് കിട്ടൂല. കാരണം ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പാസ്വേഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പാസ്വേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് കിട്ടൂല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ പോവുക, നമ്മൾ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്ത സെയിം സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഒരു ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണം, ഈ ഒരു നമ്പർ തന്നെ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ മീ ഓപ്ഷൻ തന്നെ കൊടുക്കാം. കോൾ മീ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു വോയിസ് മെയിൽ വരും. നിങ്ങൾ ജസ്റ്റ് ഒരു ആപ്പ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും റീസെൻറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ VPN ഇട്ടിട്ടും ശരിയാവില്ല. നമ്മുടെ ക്ലോസ് ചെയ്തിട്ട് റീസെൻറ്റിൽ നിന്ന് എടുത്താൽ മതി, ശരിയാവും. ആ ഒരു VPN നിന്ന് ആ ഒരു വോയിസ് മെയിൽ ഇത് ചെയ്യുക, ആ ഒരു കോഡ് അടിക്കുക. നമ്മൾ ആ ഒരു കോഡ് അടിച്ചതിന് ശേഷം നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കാം. ചില ടൈമിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾഡ് ആയിരിക്കും. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ അത് ബൈപ്പാസ് ചെയ്യൽ നല്ല ചടങ്ങ് പരിപാടിയാണ്. അതും എസ്പെഷ്യലി ടെലഗ്രാമിൻ്റെ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഡിസേബിൾ അല്ല, ബൈപ്പാസ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ പോവുക, വേറെ ഒന്നും നോക്കണ്ട. അടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു നമ്പർ ഇടുക,
വീണ്ടും പണി തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഏരിയ കോഡ് ഞാൻ എടുത്ത ഏരിയ കോഡ് തന്നെ എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ കോഡ് എടുക്കാം. ഞാൻ ഫുള്ളി റാൻഡം ആയിട്ട് തന്നെയാണ് ഈ ഒരു 716 ഏരിയ കോഡ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിലോ ഡൗട്ടൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ താഴെ വാട്സാപ്പ് നമ്പറും ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അത് വെച്ചിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.